ഒരു പേജ് ഫോളോ ചെയ്യുന്നു, അവരോട് റീച്ച് ഔട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റം ഇതായിരിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഇവരും അനബോളിക് സ്റ്റെറോയിഡ്സോ കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും അത് യൂസ് ചെയ്യുന്നത് ഇതിലൂടെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ഫിറ്റ്നസ് ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ ആ ഒരു കെണിയിലേക്ക് വഴുതി വീഴുന്നത് വഴിയായി അവരും ആളുകളുടെ ഇടയിൽ ഒരു പോപ്പുലർ ആകാം, അല്ലെങ്കിൽ ഇതുവഴി എനിക്ക് പോപ്പുലർ ആകാം, അല്ലെങ്കിൽ എനിക്കും ഇന്ന ഇൻഫ്ലുവൻസറിനെ പോലെ ആകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അവർ ഈ തെറ്റായ മാർഗത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഒരുപക്ഷെ ഈ കുട്ടി ഒരു മെഡിസിന് പഠിക്കുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു ബികോമിന് പോകുന്ന കുട്ടിയാകാം, ഒരു അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. അവർക്കൊന്നും ഈ ഒരു മേഖലയിലേക്ക് പോകുന്നതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉണ്ടായ ആരോഗ്യത്തെക്കാൾ മോശമായ ഒരു ആരോഗ്യ സ്ഥിതിയിലേക്ക് അവരുടെ ബോഡി മാറിക്കഴിഞ്ഞു. ഈ അനബോളിക് സ്റ്റെറോയിഡ് സൈക്കിൾ കഴിയുന്നതോടെ ഒരു അനബോളിക് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനുശേഷമുള്ള വാഷ് ഔട്ട് സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാം. അതിന് സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ വാഷ് ഔട്ട് ചെയ്യുന്നത്.